ഈ ടീനേജ് ഉണ്ടല്ലോ, 12 to 19, ആ സമയത്താണല്ലോ ഒരാളുടെ ക്യാരക്ടർ നന്നായിട്ട് ബിൽഡ് ആവുക. ആ സമയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട 3 വർഷം, അതായത് 16 തൊട്ട് 19 വരെ സീരിയലിനകത്താണല്ലോ. ഈ 16 തൊട്ട് 19 വരെ പെൺകുട്ടിയുടെ ലൈഫിൽ ഒരുപാട് ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. അപ്പൊ അവരുടെ ലൈഫ് പാർട്ണറിനെ പറ്റിയിട്ടുള്ള അവരുടെ കുറെ ഫാസിനേഷൻസ്, എന്താവണമെന്ന്, കരിയറിൽ എന്താവണം എന്നുള്ള തീരുമാനങ്ങള്. പക്ഷെ അപ്പോഴേക്കും അപ്സര വർക്ക് ചെയ്ത് തുടങ്ങി. ഈ 16 തൊട്ട് 19 എങ്ങനെയായിരുന്നു? എന്റെ ലൈഫിനെ ചേഞ്ച് ചെയ്തത് ഈ 16 തൊട്ട് 19 ആയിരുന്നു. ആക്ച്വലി ഞാൻ 16-ാമത്തെ വയസ്സിലെ സീരിയലിൽ വരുന്നത്. 16 സീരിയൽ വന്നു, സീരിയലിൽ സ്റ്റാർട്ട് ചെയ്തു. അതിനെ കുറിച്ചൊരു ധാരണയില്ല, ഈ പ്രൊഫഷനെ കുറിച്ചൊരു ധാരണയില്ല. വരുന്ന വർക്കുകളൊക്കെ വാരി വലിച്ച് ചെയ്തു. ഒരു ക്യാരക്ടർ കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇന്നത് ഇനി ചെയ്യാവൂ, അല്ലെ ഇന്നത് ചെയ്യരുതെന്ന് അങ്ങനെ ഒരു പ്ലാൻ ഒന്നും ഇല്ല. വരുന്നതൊക്കെ ചെയ്തു. അങ്ങനെ സ്വന്തമായിട്ട് സെൽഫ് പ്രൊമോഷൻസ് ഒന്നും ചെയ്യാതെ അങ്ങനെ ആ ഒരു ഗോ വിത്ത് ഫ്ലോയിൽ അങ്ങനെ അങ്ങ് പോയി. പക്ഷെ അത് കഴിഞ്ഞിട്ടൊരു 18, 19 വയസ്സ്, 20 വയസ്സായപ്പം ആദ്യ വിവാഹം, അങ്ങനെയൊക്കെ ലൈഫിൽ ഒരു പ്ലാൻ ഇല്ലാതെ പോയി. അപ്പൊ ഒരു 18, 16 തൊട്ട് ഒരു 19 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികളോടും എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും നമുക്ക് ഇഷ്ടങ്ങളാവാം, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാവാം, ഒക്കെ ശരിയാണ്. പക്ഷെ ഒരിക്കലും ഒരു കാര്യത്തിലും ആ സമയത്ത് നമ്മൾ ഒരിക്കലും ഒരു ഫാമിലി സ്റ്റാർട്ട് ചെയ്യരുത്. നമ്മുടെ കരിയർ, നമ്മുടെ ലൈഫിൽ ഒരു ബേസിക് സ്റ്റാൻഡ് ഉണ്ടാക്കിയതിന് ശേഷമേ നമ്മൾ എപ്പോഴും ബാക്കിയുള്ള കാര്യത്തെ കുറിച്ച് ചിന്തിക്കാവൂ, എപ്പോഴും. അല്ലാതെ അതിനു മുമ്പ് നമുക്ക് ലൈഫ് പാർട്ട്ണറൊക്കെ നമുക്ക് പിന്നെ ഉണ്ടാവും. അതല്ല നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഫസ്റ്റ് നമ്മുടെ ലൈഫിൽ വേണ്ടത് ഹെൽത്ത്, രണ്ടാമത് മണി. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ അത് മറന്നിട്ട് ഒന്നും ചെയ്യരുത്. നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മൾ സ്വന്തം കാലിൽ നിന്ന് നമുക്ക് നിൽക്കാൻ പറ്റും. കാരണം ജോലി ഉണ്ടാകേണ്ട കാര്യമില്ല. ഇപ്പൊ എല്ലാരും, എന്റെ എക്സ്പീരിയൻസ് ഞാൻ കുറെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമുക്ക് സ്വന്തം കാര്യം നിൽക്കണം, ജോലി നേടണം, അതാണ് നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് എല്ലാരും പറയും. പക്ഷെ അതിലും ഒരു തിരുത്തുണ്ട്. ജോലി ഉണ്ടായിട്ട് കാര്യമില്ല, ആ കിട്ടുന്ന പൈസ നമുക്ക് സേവ് ചെയ്യാനുള്ള ഒരു മണി മാനേജ്മെന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം നമ്മൾ എവിടെ പോകുമ്പോഴും വലിയ വലിയ ആൾക്കാർ വരെ ഇങ്ങനെ പ്രസംഗിക്കുന്നതായിട്ടുണ്ട്, നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിരിക്കണം, സ്വന്തം കാലിൽ നിൽക്കണം, സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കണം, നമ്മൾ ഏൺ ചെയ്യണം. ഏൺ ചെയ്തിട്ട് കാര്യമില്ല, നമ്മളത് ഇൻവെസ്റ്റ് അല്ല, നമ്മളതിനെ സേവ് ചെയ്യണം. അതിലാണ് കാര്യം. എനിക്കിപ്പോ 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഞാൻ 1.5 ലക്ഷം രൂപയായിട്ട് ചെലവാക്കുന്നു. അതിന് കാര്യമില്ല. നമുക്കിപ്പോ 50,000. ഇപ്പൊ എന്റെ ചേച്ചി ഭയങ്കരമായിട്ട് മണി മാനേജ്മെന്റ് ഉള്ള ഒരാളാണ്. അപ്പൊ പുള്ളിക്കാരത്തിക്ക് 10,000 രൂപ കിട്ടുവാണെങ്കിൽ പുള്ളിക്കാരത്തി അത് എങ്ങനെയെങ്കിലും സേവ് ചെയ്ത്, പുള്ളിക്കാരി എല്ലാം നോക്കും, പക്ഷെ അത് സേവ് ചെയ്യും. പുള്ളിക്കാരി ഒരു 5,000 രൂപയിലും പുള്ളിക്കാരത്തി മാറ്റി വെക്കും. എനിക്കൊരു 10,000 രൂപ തരാൻ വെച്ചോ, 15,000 രൂപ വെച്ചിട്ട് ഞാൻ ചെലവാക്കുന്നതാണ്. അതിന് കാര്യമില്ല. പൈസ നമുക്ക് കിട്ടുന്ന പൈസ നമുക്ക് മാക്സിമം നമ്മൾ സേവ് ചെയ്യണം. അത് പിന്നെ കുറെ വർഷം കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവണം, പണ്ടാണ് കിട്ടിയ പൈസയൊക്കെ എവിടെ പോയിന്ന് തിരിഞ്ഞു നോക്കുമ്പോ ഭയങ്കര സങ്കടം തോന്നും. പ്രണയജീവിയായിരുന്നോ? പ്രണയജീവിയല്ല, ഭയങ്കര സ്നേഹം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. സ്നേഹത്തിന് ഭയങ്കര വാല്യൂ കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. സ്നേഹത്തിന് ഭയങ്കര അഡിക്റ്റഡ് ആയി പോകുന്ന ഒരാളാണ് ഞാൻ. അത് പ്രണയം തന്നെ വേണമെന്നില്ല, സൗഹൃദമാണെങ്കിലും ലൈക് നമുക്കൊരു കിട്ടുന്ന ഒരു കെയറിങ് ആണെങ്കിലും, അത് പ്രണയമാണെങ്കിലും സ്നേഹത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കും. മരിച്ചു നിൽക്കും ഞാൻ, ചത്തുപോകും, ഞാൻ അതിൽ ചത്തുപോയ ഒരാളാണ്. സീരിയസ്ലി ലൈഫില് സ്നേഹം കൊടുത്ത് നഷ്ടങ്ങൾ വാങ്ങിച്ച ഒരാളാണ്. സ്നേഹത്തിന് വേണ്ടി മരിച്ചു നിൽക്കുന്ന ഒരാളാണ്. ലൈക് കുട്ടിക്കാലത്ത് എന്റെ ഫാദർ പോലീസിലായിരുന്നു. ഞാൻ ബിഗ് ബോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് സ്റ്റോറി, അതുപോലെ പറയില്ലായിരുന്നു. അമ്മ ആക്ട്രസ് ആയിരുന്നു. അവരെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാ. പക്ഷെ ഒരു പർട്ടിക്കുലർ ടൈമിലേക്ക്, ഇപ്പൊ ഞാൻ ജനിച്ചതിന് ശേഷം അവരുടെ ഒരു വലിയ അടി ഉണ്ടായി. അവര് ലൈക് പിന്നെ അച്ഛന്റെ അമ്മയും സെപ്പറേറ്റഡ് ആയതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതിനിടയിൽ അമ്മയ്ക്ക് ഞങ്ങൾ 2 പെൺകുട്ടികളാണ്. അപ്പൊ ഞാനും ചേച്ചി തമ്മിൽ ഒരു 3 വയസ്സിന് വ്യത്യാസമേ ഉള്ളൂ. അപ്പം നാട്ടും പുറത്തൊരു സ്ത്രീയാ. അപ്പൊ അവർക്ക് വേറെ ഡിപ്പെൻഡ് ചെയ്യാൻ വേറെ ഒന്നുമില്ല. അപ്പൊ അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യാൻ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അമ്മ അത്രയും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അമ്മയുടെ ഇഷ്ടങ്ങള്, അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഒരു ഭക്ഷണം വാങ്ങിച്ച് കഴിക്കുന്നതോ അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് വാങ്ങുന്നോ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ചേച്ചി ഇപ്പോഴൊക്കെയാണ് ഞങ്ങൾ അമ്മയെ വഴക്ക് പറയും, അമ്മയ്ക്ക് വേണ്ടി ജീവിക്കുന്നു പറയും. പക്ഷെ അമ്മ അങ്ങനെ ജീവിക്കാൻ മറന്നുപോയ ഒരാളാണ്. അച്ഛൻ്റെതായിട്ടുള്ള ഒരു ലോകത്ത് പോയി. പിന്നെ ഞാനൊരു 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് അച്ഛൻ മരിച്ചുപോയി. അപ്പോ ചെറുപ്പം മുതലേ ആ സ്നേഹം കിട്ടാതെ വളർന്നതിന്റെ എല്ലാ ഡീമെറിറ്റ്സും ഉണ്ട്.
എല്ലാം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ചെറിയൊരു സ്ഥലത്ത് നമുക്ക് അത് ഞാൻ വേറെ കാര്യം ചോദിച്ചു. ഇപ്പൊ ഒരാളെ പ്രണയിക്കുമ്പോഴേ, പുരുഷനെ പ്രണയിക്കുമ്പോ അറിയാതെ ഈ അച്ഛനിൽ നിന്ന് കിട്ടാത്തത് എന്തോ കിട്ടുന്ന അങ്ങനെ ഒരു ഫീലിംഗ് കിട്ടുമോ? അച്ഛനും നല്ലതോ. ഇപ്പം ഇവൻ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ എനിക്കൊരു ബ്രദർ ഉണ്ടെന്ന് വെച്ചോ, ഞാൻ എന്റെ പോയിന്റ് ഓഫ് വ്യൂ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. ഇപ്പൊ എനിക്കൊരു ചേട്ടനുണ്ടെങ്കിൽ എനിക്ക് വേറൊരു പുരുഷൻ, അല്ലെങ്കിൽ ഇപ്പൊ ഈ ലോകത്ത് ഇപ്പൊ സ്ത്രീയും പുരുഷനും എത്ര ഈക്വൽ എന്ന് പറഞ്ഞാലും പുരുഷനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ അത് പുരുഷനെ കൊണ്ടേ ചെയ്യാൻ പറ്റും. സ്ത്രീകളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ സ്ത്രീകളെ കൊണ്ടേ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ എന്റെ വീട്ടിൽ എനിക്കൊരു അച്ഛനോ ഒരു ബ്രദറോ ഉണ്ടായിരുന്നെങ്കിൽ മേ ബി എനിക്ക് വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഡിപ്പെൻഡൻസി നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻസാ. അപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ച് ഇപ്പൊ ചെറുപ്പം മുതൽ എന്റെ അമ്മയോ അച്ഛനോ എന്നെയും ചേച്ചി അങ്ങനെ പാമ്പർ ചെയ്ത് വളർത്തിയ ആൾക്കാരല്ല. അവരുടെ പ്രശ്നങ്ങളുടെ ഇടയിൽ നമ്മളെ കൊഞ്ചിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങളെ നോക്കി അമ്മ തരുന്നത് എന്താണോ അതാണ് എനിക്ക്, അമ്മ വാങ്ങിത്തരുന്ന ഡ്രസ്സാണ് എന്റെ ഡ്രസ്സ്, അമ്മ ചെയ്യാൻ പറയുന്നത് എന്താണോ അത്, അല്ലെ അച്ഛൻ അത് അങ്ങനെ വളർന്ന ആൾക്കാരാ. പെട്ടെന്ന് ഒരു സ്ഥലത്ത് ഒരാൾക്കാർ നമ്മളെ ഇഷ്ടം അനുസരിച്ചിട്ട് പെരുമാറുന്ന കാണുമ്പോൾ അയ്യോ നമുക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട, അവരാണ് നമ്മുടെ ലോകം, അവർക്ക് വേണ്ടി എല്ലാം ഇൻവെസ്റ്റ് ചെയ്യും നമ്മൾ, നമ്മുടെ സമയവും സ്നേഹവും ഇഷ്ടവും ഒക്കെ എല്ലാം മറന്ന്, അത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും നമ്മൾ അങ്ങനെ അങ്ങ് സ്നേഹിക്കും. പക്ഷെ പിന്നെയാണ് അവര് ചിലപ്പോ നമ്മൾ അങ്ങനെ കാണണമെന്നില്ല, നമുക്കാണ് അത് കിട്ടാത്തതിന്റെ കുഴപ്പം. എനിക്കാണ് സ്നേഹം കിട്ടാത്തതിന്റെ, അവർക്ക് അങ്ങനെ അല്ലല്ലോ. ഞാൻ അവരാണെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. പക്ഷെ അവർക്ക് ചിലപ്പോ നമ്മളെ പോലെ 10 ആൾക്കാരുണ്ടാവുമായിരിക്കും. നമുക്ക് പിന്നെ ഒരു പർട്ടിക്കുലർ മൊമെന്റ് എത്തുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക, തിരിച്ചത് കിട്ടാതെ വരുമ്പോൾ ഒരു വിഷമം ഉണ്ടാവും. ഒരു ഓപ്ഷൻ മാത്രമാണെന്നൊക്കെ അറിഞ്ഞിട്ട് തകർന്നു പോയിട്ടുണ്ടോ? ഓപ്ഷൻ മാത്രം അങ്ങനല്ല, ഞാൻ വെച്ചാല് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് പ്രയോറിറ്റി അല്ല, അല്ല അവരുടെ പ്രയോറിറ്റി ലിസ്റ്റിലും ചിലപ്പോ നമുക്ക് അവർ ഫസ്റ്റ് ആയിരിക്കും, അവർക്ക് നമ്മൾ ഫസ്റ്റ് പോയിട്ട് ഒരു 10-ൽ 1 പോലും ആയിരിക്കില്ല. അപ്പൊ നമുക്ക് ഭയങ്കര ഒരു അപ്സര, ഇപ്പൊ നമ്മൾ സ്ക്രീനിൽ എങ്ങനെ കാണപ്പെടുന്നു, അത് നമ്മൾ എപ്പോഴും ചിരിച്ചിട്ട് നിൽക്കണം, നമ്മൾ ഇതൊരു ഷോ ബിസിനസ് ആണല്ലോ, അങ്ങനെയല്ലേ പറയാ. പക്ഷെ ഇപ്പൊ നമ്മുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുള്ള സന്ദർഭങ്ങൾ ഇതൊന്നും വെച്ചിട്ട് അങ്ങനെ നിൽക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പൊ അതിനെന്താ അപ്സര ചെയ്യുന്നത്? അതെ, എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് പോലും ഞാൻ ഭയങ്കര വിഷമത്തിൽ ഇരിക്കുന്ന ഒരാളാണെന്ന് ഞാൻ ഒരിക്കലും അവർക്ക് ഒരു സമയം പോലും തോന്നിയിട്ടേ ഇല്ല. ഞാൻ അങ്ങനെ തോന്നിക്കാൻ എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരാളാണ്. കാരണം ഞാൻ എപ്പോഴും ഇങ്ങനെ എന്റെ ഹാപ്പി ഫേസ് മറ്റുള്ളവർ കാണണം എന്ന് ഭയങ്കര, അതിലെനിക്ക് ഭയങ്കര നിർബന്ധമുള്ള ഒരാളാണ്. ചിലപ്പം ആ ഒരു കാര്യത്തിൽ ചിലപ്പോൾ ഞാൻ ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും, സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ ഞാൻ പുറത്ത് എന്റെ സങ്കടം അങ്ങനെ ഞാൻ സങ്കടപ്പെട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആ ഒരു പ്ലേസിൽ അല്ലെ അത്രയും എന്റെ ഏറ്റവും സേഫ് ആയിട്ട് എനിക്ക് തോന്നി എന്റെ അത്ര ഇതായിട്ടുള്ള ആൾക്കാരുടെ മുമ്പിൽ മാത്രമേ ഞാൻ എന്റെ ഏറ്റവും വിഷമ ഒരു ഫേസ് ഞാൻ കാണിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ ചിരിച്ച് ലൈക്ക് ഞാൻ കാണിക്കൂല. ഞാനിങ്ങനെ കുറച്ച് അധികം എല്ലാവരും ചോദിക്കും എപ്പോഴും ഇതിങ്ങനെ വർത്താനം പറയാ, എപ്പോഴും ഇത് ഭയങ്കര ഓണാണല്ലോ. ഞാൻ എല്ലാവരുടെ അടുത്ത് അങ്ങോട്ട് ഇടിച്ചു കയറി മിണ്ടുന്ന ഒരാളല്ല കേട്ടോ. ആ കാര്യത്തിൽ കുറച്ച് ഇൻട്രോവേർട്ട് ആണ് ഞാൻ. പക്ഷെ അടുത്താല് ഞാൻ ഭയങ്കര ഒച്ചപ്പാടാ, ഭയങ്കര ബഹള, ഇങ്ങനെ വർത്താനം പറഞ്ഞോണ്ടിരിക്കും, മനസ്സിലായല്ലോ, നിർത്തൂല, ഇങ്ങനെ വർത്താനം പറയും. എപ്പോ ഇങ്ങനെ ഹാപ്പി ആയിട്ട് ചിരിച്ച വർത്താനം പറയാൻ ഇഷ്ടമുള്ള ഒരാളാ. അപ്പൊ എല്ലാരും വിചാരം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്നൊക്കെ. പക്ഷെ ചില കാര്യങ്ങൾ ഞാൻ ഹൈഡ് ചെയ്തിട്ടായിരിക്കും നിൽക്കുന്നത്. തൊട്ട് മുന്നേ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ കരഞ്ഞു വിളിച്ച് സങ്കടം വന്ന് ഇങ്ങനെ പ്രാന്തെടുത്തിരിക്കുമായിരിക്കും. പക്ഷെ അത് പുറത്ത് കാണിക്കാൻ ഇഷ്ടമല്ല. എന്താ അറിയോ, നമ്മൾ അങ്ങനെ കാണിച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് അതുകൊണ്ട് ഗുണമൊന്നുമില്ല. ഞാൻ അങ്ങനെ വേറെ ആൾക്കാരെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ചില ആൾക്കാർ ഇപ്പൊ ഞാൻ വന്ന സമയത്തൊക്കെ സീരിയലൊക്കെ വന്ന സമയത്താണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഇപ്പൊ നമുക്ക് അത്രയും ഭയങ്കര വിഷമം വന്നിട്ട് ചില ആൾക്കാർ അവരുടെ സങ്കടം നമ്മളൊക്കെ ഇരിക്കുന്ന സമയത്തായിരിക്കും പറഞ്ഞത്. പക്ഷെ അവരിങ്ങനെ മാറുമ്പോ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ തന്നെ അവര് രണ്ടഭിപ്രായം പറയും, കുറ്റം പറയണമെന്നും കേട്ടിട്ടുണ്ട്. അപ്പൊ അവര് പറയുന്ന പോലെ ആയിരിക്കുമല്ലോ നമ്മളെയും പറയുന്നത്. അപ്പൊ എന്തിന് നമ്മുടെ ആ ഒരു വിഷമം നമ്മൾ സന്തോഷിക്കാൻ ആൾക്കാർ അറിയുന്നതല്ലേ നല്ലത്. നമ്മൾ സങ്കടപ്പെടാന്നറിയുമ്പോ അയ്യോ പാവല്ലേ എന്ന് പറയുന്ന ആൾക്കാർ വളരെ കുറച്ചായിരിക്കും. മെജോറിറ്റി ആൾക്കാരും അത് അവളുടെ സ്വഭാവം കൊണ്ട് അല്ലെ അവൾക്ക് അത് വേണം അങ്ങനെ അവനത് വേണം എന്ന് പറയുന്ന ആൾക്കാരാണ് മെജോറിറ്റി ആൾക്കാരും. നമ്മൾ നല്ലതെന്ന് അറിയിച്ചാൽ മതി, നമ്മൾ ഹാപ്പിയാണ്, നമ്മൾ ഓക്കെയാണ്, അങ്ങനെ അതല്ലേ നല്ലത്.